രണ്ടാമത്തത് ഐ വിൽ ബ്ലെയിം ഓൺലി വൺ പേഴ്സൺ ഫ്രം ദ ഗവൺമെൻറ് സൈഡ്, ഇറ്റ് ഈസ് മിസ്റ്റർ ബാലഗോപാൽ. ഞാൻ പല വേദിയിൽ ധനമന്ത്രി ഇപ്പം വി ഡി സതീശൻ മന്ത്രി വന്നു, സി പി ജോൺ വന്നതിന് ശേഷം, സി പി ജോണല്ല വി ഡി സതീശൻ ധനകാര്യ മന്ത്രി എന്നുള്ള നിലയിൽ 100 കോടി രൂപയല്ലേ എടുത്തു കൊടുത്തത് KFC ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട്. ആ സപ്പോർട്ട് താങ്കൾക്ക് KSRTC സമയത്ത് കിട്ടിയില്ല. ഇദ്ദേഹം തോമസ് ഇതേ സപ്പോർട്ട് പക്ഷേ ഗണേഷ് കുമാർ അദ്ദേഹം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയാം, തോമസ് ഐസക് മന്ത്രിയായിരിക്കുന്നുണ്ട്, ധനകാര്യ മന്ത്രിയായിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങളെല്ലാം കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ലിബറലായിട്ട് 100 കോടി രൂപ തന്നുകൊണ്ടിരുന്നു. ഇദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു നീ 100 കോടി തരത്തില്ല, 50 കോടി തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ 50 കോടി തരുമോ? ഒരു ദിവസം 30 കോടി തരും, ഒരു ദിവസം 20 കോടി തരും. ഇതെന്ന് തരും? നമുക്കൊരു മാസം ഫിനാൻഷ്യൽ പ്ലാനിങ് വേണ്ടേ? ഇതെന്ന് കിട്ടുമെന്നറിയത്തില്ല. എന്നിട്ട് തന്നെ ഞാൻ പോയി SPയുടെ CGMൻ്റെയൊക്കെ ചേംബറിൽ പോയിരുന്ന് സംസാരിച്ച് കാല് പിടിച്ച് ഒരു 50 കോടിയും കൂടെ ഞാൻ ഓവർ ഡ്രാഫ്റ്റ് കിട്ടി. അപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ധനകാര്യമന്ത്രി അടുത്ത് പറഞ്ഞു, എനിക്കൊരു 100 കോടി ഒരു വൺ ടൈം അസിസ്റ്റൻസായിട്ട് എനിക്കൊരു 100 കോടി രൂപ 100 കോടി തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിട്ടോ ഞാൻ റോൾ ചെയ്തോളാം. പിന്നെ എൻ്റെ സ്കീം ഓഫ് തിങ്സ് ഇപ്പം തന്നെ ബജറ്റ് ടൂറിസം ഏതാണ്ട് ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ 67 കോടി രൂപയോളം ഒരു വർഷം ജനറേറ്റ് ചെയ്യുന്നതാണ്. 15 പമ്പ് സ്റ്റാർട്ട് ചെയ്ത് അത് ഏതാണ്ട് 25 കോടി രൂപയോളം ജനറേറ്റ് ചെയ്യുന്നതാണ്. ഈ സ്ഥലങ്ങളെല്ലാം മോണിറ്റൈസ് ചെയ്യുന്ന ലാൻഡ് മോണിറ്റൈസേഷൻ സ്കീം, ഇതെല്ലാം കൊണ്ട് ഞാനൊരു 3 കൊല്ലത്തിനുള്ളിൽ ഇത് ശരിയാക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ അതേ ഈ 50 കോടി അത് എത്ര പ്രാവശ്യം ആൻ്റണി രാജു അദ്ദേഹത്തിൻ്റെ ചേംബറിൽ പോയിരുന്ന് സംസാരിച്ചാലേ ഇതൊന്ന് കിട്ടത്തുള്ളൂ. നമുക്കൊരു ഇതില്ല, ഒരു സെർട്ടനിറ്റി ഇല്ല എന്ന് കിട്ടുമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, കിഫ്ബിയിൽ നിന്ന് ഇദ്ദേഹം അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് 50 ബസ്സിനുള്ള പൈസ കിട്ടി. തോമസ് ഐസക് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു താൻ എടുത്തോ. ഞാൻ പറഞ്ഞു തിരിച്ചടയ്ക്കാൻ എന്നെ കൊണ്ട് താൻ എടുക്ക്, ബാക്കി എത്രയോ പാലത്തിൻ്റെ ഒന്നും തിരിച്ചടയ്ക്കുന്നില്ലല്ലോ, എന്തായാലും ജനങ്ങൾക്ക് നല്ലത് വരട്ടെ, ഞാൻ കുറച്ചുകൂടെ പൈസ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കിഫ്ബിക്ക് ഒരു 700 കോടി രൂപയുടെ പ്രോജക്റ്റ് കൊടുത്തു. അത് ഇദ്ദേഹം വന്നാൽ അത് മൊത്തം വെട്ടിക്കളഞ്ഞു. പിന്നെ സ്മാർട്ട് സിറ്റിയിലാണ് 113 വണ്ടിയും കൂടെ വന്ന് 163 വണ്ടി തിരുവനന്തപുരത്തെ ഇലക്ട്രിക്. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. അതിൻ്റെ ചിലവ് ഡ്രൈവർ ഉൾപ്പെടെ എല്ലാം എടുത്തു കഴിഞ്ഞാലും, ബാറ്ററി കറണ്ട് എല്ലാം എടുത്തു കഴിഞ്ഞാലും 22 രൂപ പെർ കിലോമീറ്റർ വരുമ്പോൾ നമുക്ക് 35 രൂപയാണ് ആ ചെറിയ വണ്ടിയിൽ നിന്ന് പോലും കിട്ടുന്നത്. അപ്പം നമുക്ക് അവിടെ ലാഭമാണ്. ഒരു വണ്ടി ഒരു മാസം 1 ലക്ഷം രൂപയായിരുന്നു, 1,15 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ 50 വണ്ടി ഉണ്ടായപ്പം ലാഭം ഉണ്ടായിരുന്നു എന്നുള്ളത്. രണ്ടാമത് വന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ വന്നപ്പം കുറച്ച് ലാഭത്തിനകത്ത് കുറച്ചിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 85,000 രൂപയിൽ ലാഭമാണ്, മനസ്സിലാക്കണം. അതേസമയം KSRTCയുടെ ഒരു വണ്ടി 35 രൂപ അല്ലെങ്കിൽ 40 രൂപ കിട്ടുമ്പോൾ അതിൻ്റെ ചിലവ് 90 രൂപയാണ്. കാര്യം 2 ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 7.5 ആൾ വേണം ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി വേജസ് കാരണം അവൻ വന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അത് തന്നെ കുറഞ്ഞു പോയി. കാരണം വെച്ചാൽ ഗവൺമെൻറ് ഒരു നോം ആയതുകൊണ്ട് ഞാൻ മാത്രം കുറച്ചു. എന്നാലും അവർക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ടായിരുന്നു. സ്വിഫ്റ്റിലുള്ളവർക്ക് 50,000 രൂപയൊക്കെ കിട്ടുന്ന ഡ്രൈവർമാർ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് എൻ്റെ കാലത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ 50 കോടി രൂപ സമയത്തിനായിരുന്നു. രണ്ടാമത് മനോജ് ജോഷി ആയിരുന്നു അർബൻ അഫയേഴ്സ് സെക്രട്ടറി, ഇവിടുത്തെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 2 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കേരളത്തിന് 950 വണ്ടി ഇലക്ട്രിക് വണ്ടി അനുവദിച്ചു. പ്രധാനമന്ത്രി ഇ സേവ എന്ന് പറഞ്ഞ പദ്ധതി, ആ പദ്ധതിയിൽ മനോജ് ജോഷി സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സബ്സിഡി അനുവദിക്കും. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വണ്ടി വാങ്ങിക്കും. പിന്നെ വേറൊരു മിനിസ്ട്രി ഓഫ് സർഫസ് ട്രാൻസ്പോർട്ട് വേറൊരു സ്കീം. ഇങ്ങനെ വരുമ്പോൾ ഞാൻ അന്ന് പെട്രോളിയം സെക്രട്ടറി ആയിരുന്ന മനോജ് താപ്ര, അദ്ദേഹം പ്രധാനമന്ത്രിയുടെ അഡ്വൈസറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, സാറേ ഈ 3 മിനിസ്ട്രിയുടെ സ്കീമും കൂടെ ഒന്നിച്ചാക്കിയാൽ ഇത് രക്ഷപ്പെടും, അല്ലാതെ 3 മിനിസ്ട്രി ഞങ്ങളുടെ അടുത്ത് 3 കാര്യം പറഞ്ഞാൽ ശരിയാകത്തില്ല. അങ്ങനെയാണ് പ്രധാനമന്ത്രി ഈ സേവ വരുന്നത്. അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്ത് ചെയ്തത്. അപ്പം അങ്ങനെ 950 വണ്ടി കിട്ടിയപ്പോൾ എനിക്കറിയത്തില്ല, എൻ്റെ നാടായിട്ടുള്ള കായംകുളത്തിനും ഉണ്ട് 50 വണ്ടി. ഞാൻ ആലോചിക്കുക കായംകുളത്ത് 50 വണ്ടി എവിടെ ഇട്ട് ഓടിക്കുമെന്ന്. കായംകുളം ടൗണെല്ലാം കൂടെ 4 കിലോമീറ്ററേ ഉള്ളൂ നീളത്തില്ല. കായംകുളത്തിന്, ചേർത്തലയ്ക്ക്, മലപ്പുറത്തിന്, കോഴിക്കോടിന്, കണ്ണൂരിന് എല്ലാം കൂടി ചേർത്ത് 950 ഉണ്ട്. 55 രൂപ നമ്മൾ പെർ കിലോമീറ്റർ കൊടുക്കണം പ്രധാനമന്ത്രി ഈ സേവയിൽ. ആ 55 രൂപയിൽ 12 മീറ്റർ വണ്ടിയാണെങ്കിൽ 28 രൂപ കേന്ദ്ര ഗവൺമെൻറ് തരും. അപ്പോൾ 27 രൂപയാണ് നമ്മുടെ ചിലവ്. ഈ 3 മാസത്തേക്ക് ഉള്ള ഈ ചിലവ് 180 കിലോമീറ്ററെങ്കിലും ഒരു വണ്ടി ഓടുമെന്നുള്ളൊരു കണക്കൂട്ടലില്ല. 3 മാസത്തേക്കുള്ള ചിലവ് നമ്മൾ മുൻകൂർ അടയ്ക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്ത് എപ്പോഴും 3 മാസം കൂടുതൽ മുൻകൂർ അടച്ച് എസ്ക്രോ ചെയ്യണം. ഇത് ധനകാര്യമന്ത്രി കൊടുത്തില്ല. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് വെച്ചാൽ, പകൽ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഓടിക്കുക, ഈ വണ്ടിക്ക്
റേഞ്ച് ഉണ്ട്, 100-150. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഞാൻ ചാർജ് ചെയ്തിട്ട് രാത്രി ഞാനൊരു ഫാസ്റ്റായിട്ട് കൊല്ലത്തേക്ക് ഓടിക്കുക. അപ്പോൾ രാത്രി മൊത്തം ഈ വണ്ടി ഓടിക്കും. കാരണം വെച്ചാൽ നിങ്ങൾ ഇൻഡിഗോ ഫ്ലൈറ്റ് നോക്കണം, രാത്രി ആയാലും ആ ഫ്ലൈറ്റ് താഴെ നിർത്തത്തില്ല, ഓടിക്കൊണ്ടിരിക്കണം. ഇത് ആവറേജ് ഒരു KSRTCയുടെ യൂട്ടിലൈസേഷൻ നോക്കുന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ പോലും ഒരു ബസ് ഓടുന്നില്ല. ഞാനത് 13 മണിക്കൂർ ടാർഗറ്റ് എന്നുള്ള നിലയിലേക്ക് ഒരു ബസ് ഓടിക്കാനായിട്ട് ഞാൻ നോക്കിയതാണ്. ആളിനെ കിട്ടും, നമുക്ക് രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ആളിനെ കിട്ടും. ഈ പ്രധാനമന്ത്രി ഈ സേവയ്ക്കാണ് അദ്ദേഹം ഇത് കൊടുത്തില്ല, എസ്ക്രോ കൊടുത്തില്ല. അങ്ങനെ PM ഈ സഭ മുഴുവനായിട്ട് നിന്നു, ഒരു വണ്ടി പോലും കിട്ടില്ല. ഇപ്പം CP ജോൺ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അവിടെ സ്കീം തീർന്നു, കർണാടകയും ആന്ധ്രാപ്രദേശും എല്ലാം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. രണ്ടാമത്തെ ലോട്ട് നമ്മുടെ മുൻകൈയിൽ ആരംഭിച്ച ഒരു സ്കീം ഒരു ഗുണവും നമുക്ക് കിട്ടിയിട്ടുമില്ല. അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 5 കൊല്ലം കൊണ്ട് കേരളം എങ്ങനെ ആയെന്നുള്ളതിനെ പറ്റി നമുക്കിത് അറിയാവുന്ന കാര്യമാണല്ലോ. എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാമല്ലോ, എനിക്കിപ്പം വേറെ ഇതൊന്നുമില്ല. അതുപോലെ തന്നെ KSRTC അതേസമയം തോമസ് ഐസക് ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ലെറ്റ് മീ ടെൽ യു വെരി ക്ലിയർലി, 3ാമത്തെ കൊല്ലം ഞാൻ ലാഭത്തിലാക്കിയാണ് KSRTC.